പരസ്പരം സലാം പറയലിനെ അധികരിപ്പിക്കുന്നതിന് ഒരുപാട് മഹത്വം ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നതായി കാണാം. എന്തിനേറെ പറയണം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗമായി തന്നെ സലാം പറയൽ അധികരിപ്പിക്കൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ഹദീസ് കാണാം, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ യഥാർത്ഥ ഒരു വിശ്വാസിയാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഈ വിശ്വാസിയാകുന്നത് എപ്പോഴാ? വലാ തുഅ്മിനു ഹത്താ തഹാബു. നിങ്ങൾ പരസ്പരം സാഹോദര്യം മനസ്സിലാക്കി സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ ഒരു വിശ്വാസിയുമാവുകയില്ല. എന്നിട്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, വലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. നിങ്ങളുടെ ഇടയിൽ പരസ്പരം സ്നേഹമുണ്ടാകാൻ പറ്റിയ ഒരു നല്ല മാർഗം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന്. അവിടുന്ന് പഠിപ്പിച്ച ആ മാർഗം അഫ്ഷുസ് സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്ന സ്വഭാവം ഉണ്ടാക്കുക. തന്നേക്കാൾ സ്ഥാനം കുറഞ്ഞവരോടും തന്നേക്കാൾ സ്ഥാനം ഉയർന്നവരോടും ഒരുപോലെ സലാം പറയുന്ന മനസ്സുണ്ടാകുക. ചെറിയവരോടും വലിയവരോടും സലാം പറയുക. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടികളോട് സലാം പറയുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ചു തന്നു, ഹബീബായ നബി തങ്ങൾ ഇതുപോലെ ചെറിയ മക്കളോട് സലാം പറയാറുണ്ടായിരുന്നു എന്ന്. അള്ളാഹു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഭാഗ്യം നൽകട്ടെ.